ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനമൊക്കെ കേൾക്കാൻ നിങ്ങൾ ഈശോ തിരഞ്ഞെടുത്തല്ലോ, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുക. നിങ്ങളത് പറയാൻ ഈശോ എന്നെ വിളിച്ചല്ലോ, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുക. നമുക്ക് ആത്മാവിൽ സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കാം. നിങ്ങൾക്കിതിൻ്റെ തലക്കെട്ട് കണ്ടപ്പോഴത്തേന് രസം തോന്നിയിട്ടുണ്ടാവും അല്ലേ? മറഞ്ഞിരിക്കുന്ന സ്വഭാവം ഉണ്ടോയെന്ന് അല്ലേ? അത് കാണുമ്പോൾ നമുക്കൊരു സാധനം വരും. അതൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഈ കണ്ട പുലിവാലാവും, നമുക്ക് വിട്ടുപോയേക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഒഴിവാക്കി പോകുന്നൊരു ശീലവും, ചിലപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ മാറ്റി വിടുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ആവശ്യമായിരിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. എനിവേ, ഈ വചനം ലംഘിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം അല്ലേ? ഞാൻ നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് തരുമ്പോൾ സ്വർഗ്ഗം, ഞാൻ നിന്നെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. ഈശോ അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിതരായിട്ടുള്ളവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഒരു പ്രശ്നത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പോയാൽ നമ്മൾ കുറച്ച് ലജ്ജിക്കേണ്ട, നാണക്കേടാകേണ്ട ഒരു സാഹചര്യം വരും. പക്ഷേ അവർ സ്നേഹിതനാണ്. അതുകൊണ്ട് സ്നേഹിതൻ രക്ഷിക്കുന്നതിൽ ലജ്ജ വിചാരിക്കരുത്. ചിലപ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് അങ്ങ് ചിന്തിക്കരുത്. അത് മാത്രമല്ല, അവൻ അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളങ്ങ് ഒഴിവായി നിൽക്കുക. നമ്മൾ ഫോൺ എടുക്കുകയല്ല, നമ്മളെ വിളിച്ചാലും കിട്ടിയല്ല, അപ്പോൾ എല്ലാ കേസായിട്ട് അറിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും അറിയാത്ത ചെയ്യുന്നരുത്. അങ്ങനെ ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ വചനം ലംഘിക്കുക. എത്ര കൃത്യമാണെന്ന് നോക്കിയേ, സ്നേഹിതനെ രക്ഷിക്കുന്നത് ഞാൻ ലജ്ജിക്കുകയല്ല, ഞാൻ അവനൊന്ന് മറഞ്ഞിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് പാലിക്കണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.